ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടന്നു വരികയാണ്. 3 ഇരട്ടിയിലധികം വില കാണിച്ച് 3 പ്രമാണം ചെയ്ത് അധികാരത്തിന്റെ അഹത്ത പരിപൂർണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരം ഉപയോഗിച്ച് അതിനെയെല്ലാം വെളുപ്പിച്ചെടുത്ത് കോതമംഗലം കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ അഴിമതി വിജിലൻസ് കോടതിയെ സമീപിക്കുമെന്ന് മുൻ കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേര്യമംഗലത്ത് നിർമ്മിച്ച കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധത്തിൽ നെല്ലിമംഗലത്ത് ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് അടിമുടി അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അഴിമതിയെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് ബാങ്കിന്റെ ഭരണസമിതിയിൽ നിന്നും ഉണ്ടാകുന്നത്. നിരവധി പരാതികൾ കൊടുത്തിട്ടും ഫലം കാണാത്തതിനെ തുടർന്നാണ് വിജിലൻസ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ കല്യാണത്തിന്, കുട്ടികളുടെ പഠനത്തിന്, അങ്ങനെ പെൻഷൻ കിട്ടുമ്പോൾ കിട്ടുന്ന തുക ഇവയെല്ലാം ഈ ഇതുപോലുള്ള ബാങ്കുകളിൽ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ അതെല്ലാം എടുത്ത് ഇതേപോലുള്ള അഴിമതി നടത്തുവാനുള്ള ലൈസൻസ് ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റും ഡയറക്ടറോടും മെമ്പർമാർക്കും സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും ആരും നൽകിയിട്ടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി MK രാജു, UDF കൺവീനർ MS എൽദോസ്, എബി എബ്രഹാം, സൈജൻ ചാക്കോ, അനൂപ് ജോർജ്, ഗോപി മുട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ് കോതമംഗലം.